അമ്മേ പോ അമ്മേ. നിക്കേ. താൻ ആദ്യമായിട്ട് ജോഗിങ്ങിന് പോവല്ലേ? ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോയാൽ മതി. കുടിക്കേ. അയ്യോ, എനിക്ക് രാവിലെ ജ്യൂസ് ഒന്നും ശീലമില്ല. അമ്മയ്ക്കല്ലേ വയ്യത്തെ? അമ്മയ്ക്ക് കൊടുക്ക്. അയ്യേ, ഇത് അമ്മ കുടിച്ചാൽ ശരിയാവില്ല. താനിത് കുടിക്കേ. ഇതാ. ജോഗിങ്ങിന് പോകുമ്പോ ഭാര്യയ്ക്ക് ഒരു ജ്യൂസും തയ്യാറാക്കി മുന്നിൽ വന്ന് നിൽക്കുന്ന ഭർത്താവിനെ വേറെ എവിടെ കിട്ടും നിത്യേച്ചി? എന്റെ ഏട്ടാ സൂപ്പർ അല്ലേ? അമ്മ കുടിക്കമ്മേ. അവൻ മനസ്സറിഞ്ഞ് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ. മോൾ കഴിച്ചിട്ട് പോകും. കുടിക്കേ. ആ മിടുക്കി. പോയിട്ടോ. ഏട്ടന് ഇവിടെ തന്നെ ഉണ്ടാവോ അതോ നിത്യേച്ചി തിരക്കി അങ്ങോട്ട് വരുമോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ. ശരി. പിന്നെ അച്ഛൻ ഇന്നലെ വൈകിയാ കിടന്നത്. എഴുന്നേൽക്കുമ്പോ മോൻ പറഞ്ഞിരുന്നാ മതി. ഓ, വാ. എവിടെ വരെ പോകുന്നേ? ഒരു 10 മിനിറ്റിനുള്ളിൽ
ആ ജ്യൂസ് നിന്നെ തിരിച്ചവിടെ എത്തിക്കും. അതിന് വേണ്ടത് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ഈ ജീവനെ നീ ജയിക്കില്ല. പുഞ്ചക്കരിപ്പാടം നാടിന്റെ സമ്പത്ത്. പുഞ്ചക്കരിപ്പാടം നാടിന്റെ സമ്പത്ത്. ആർ ഇൻഡസ്ട്രി നാട് വിടുക. ഇൻഡസ്ട്രി നാട് വിടുക. പുഞ്ചക്കരിപ്പാടം നാടിന്റെ സമ്പത്ത്. ആർ ഇൻഡസ്ട്രി നാട് വിടുക. നാട്ടുകാരെ രക്ഷിക്കുക, നാടിനെ രക്ഷിക്കുക. നാടിനെ രക്ഷിക്കുക, നാട്ടുകാരെ രക്ഷിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. പുഞ്ചക്കരിപ്പാടം നമ്മുടെ ഭൂമി. പുഞ്ചക്കരിപ്പാടം നമ്മുടെ ഭൂമി. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. മരണം വരെയും പോരാടും. മരണം വരെയും പോരാടും. ഇൻകുലാബ് സിന്ദാബാദ്. പ്രശ്നമാണല്ലോ മാഡം, ആളുകളാകെ വയലന്റ് ആയിരിക്കുകയാണല്ലോ. അവൻ തന്നെയാണല്ലേ നേതൃത്വം? അതെ മാം, നാട്ടിൽ അന്വേഷിച്ചനുസരിച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞാലും കൂട്ടത്തോടെ ചാവാൻ പറഞ്ഞാലും ഈ നാട്ടുകാർ തയ്യാറാവും. നമുക്ക് പോലീസിനെ വിളിച്ചാലോ? നമുക്ക് റൈറ്റ്സ് ഉണ്ടല്ലോ. അതല്ല സുധാകർ, ഇതുപോലൊരു ഗ്രാമപ്രദേശത്ത് വന്ന് നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. മാത്രമല്ല, ഇപ്പൊ പോലീസിനെ വിളിച്ച് അത് മീഡിയാസിൽ ചർച്ചയാവും. സോഷ്യൽ മീഡിയക്കാർ ഇവർക്ക് രക്തസാക്ഷി പരിവേഷം കൊടുത്ത് ആഘോഷിക്കുകയും ചെയ്യും. പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. എന്ന് വെച്ച് നമുക്ക് മൂവ് ചെയ്തല്ലേ പറ്റൂ. യെസ്, മൂവ് ചെയ്യണം. അധികാരത്തിന്റെ പിൻബലം കൊണ്ടല്ല നമ്മൾ നിലനിൽക്കുന്നത്, നമ്മുടെ തന്റെ ഇടം കൊണ്ടാ. അത് അവനെയും അവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ഗവൺമെന്റും അധികാരികളും ഒക്കെ നമ്മളോട് പറഞ്ഞതല്ല പിൻവലിച്ച് വീണ്ടും നമ്മളെ അനാഥമാക്കാൻ വന്നിരിക്കുക. നമ്മുടെ ചങ്കില് ജീവനുള്ളിടത്തോളം നമ്മൾ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. നമ്മുടെ മണ്ണ് നമ്മുടെ സ്വന്തം. നമ്മുടെ പൂർവികർ മുതൽ നമ്മൾ വരെ ചവിട്ടി നടന്ന മണ്ണ നമ്മുടെ നാടിനെ അന്നുമൂട്ടിയ മണ്ണ്. ആ മണ്ണിനൊരാൾ വില പറയുകയുണ്ടായി. അത് നമ്മുടെ അമ്മയുടെ മാനത്തിന് വില പറയുന്നതിന് തുല്യം. മരിച്ചു വീഴേണ്ടി വന്നാലും പുഞ്ചക്കരി പാടത്തിന്റെ ഒരു തരി മണ്ണ് പോലും ഒരാൾ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല. പുഞ്ചക്കരി ഒരു പുണ്യഭൂമിയാ, അന്നം തരുന്ന പുണ്യഭൂമി. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ആർ ഇൻഡസ്ട്രി നാട് വിടുക. ആർ ഇൻഡസ്ട്രീസ് നാട് വിടുക. പുഞ്ചക്കരിപ്പാടം നാടിന്റെ സമ്പത്ത്. പുഞ്ചക്കരിപ്പാടം നാടിന്റെ സമ്പത്ത്. പുഞ്ചക്കരിപ്പാടം നാടിന്റെ സമ്പത്ത്. പുഞ്ചക്കരിപ്പാടം നാടിന്റെ സമ്പത്ത്. ആർ ഇൻഡസ്ട്രി നാട് വിടുക. ഊഷമുതലാളി നാട് വിടുക. പുഞ്ചക്കരിപ്പാടം നാടിന്റെ സമ്പത്ത്. ദിനകർ, നമ്മുടെ ബൗൺസേഴ്സ് എത്ര പേരുണ്ടാവും? നിലവിലിപ്പോ 4 പേരുണ്ടാവും. ദാറ്റ്സ് എനഫ്. മറ്റൊന്നും നോക്കണ്ട, ഈ നിമിഷം തന്നെ അവറ്റകളെ അടിച്ചോടിക്കണം. യെസ് മാം. ആർ ഇൻഡസ്ട്രി നാട് വിടുക. ആർ ഇൻഡസ്ട്രി നാട് വിടുക. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. നോ മോർ ക്വസ്റ്റ്യൻസ്. അടുത്ത 30 സെക്കൻഡിനുള്ളിൽ ഒരാൾ പോലും ഈ ഓഫീസിന് മുന്നിലുണ്ടാവാൻ പാടില്ല. ഡു വാട്ട് ഐ സേ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ആർ ഇൻഡസ്ട്രി നാട് വിടുക. ആർ ഇൻഡസ്ട്രി നാട് വിടുക.
ഹരിയുടെ ദേഹത്തൊരു പോറല് വീണാൽ ഇതിനകത്തിരിക്കുന്ന മേടമടക്കം സകലതിനെയും പച്ചയ്ക്ക് തീ കൊളുത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവും. വേണു, ഇത് വെറും കൂലിക്കാരാ. ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നവൾ അകത്തുണ്ട്. അവളെ ഇങ്ങോട്ട് പിടിച്ചിറക്കിക്കൊണ്ട് വാടാ. നിങ്ങളാണോ ഞങ്ങളെ തല്ലി ഓടിക്കാൻ പറഞ്ഞു വിട്ട മാഡം? Don't call me madam. Call me Sams. അതെന്തെങ്കിലും ആവട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഈ നാട്ടിൽ ഫാക്ടറി പണിയാന്ന് സ്വപ്നം കണ്ട് സമയം കളയാൻ നിൽക്കണ്ട. ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കിടക്കായിട്ട് സ്ഥലം വിട്ടോണം. Hey, stop it, man. സാംസൺ ബിസിനസ് പഠിപ്പിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. ഈ നാട്ടിൽ നേരെ നിൽക്കാൻ ശേഷിയില്ലാത്ത സകലതിനെയും താങ്ങിപ്പിടിച്ച് ഇവിടെ വന്ന് തൊണ്ട പൊട്ടുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിച്ച പേടിച്ച് പിന്തിരിയുന്നവളാണ് സാംസൺ എന്ന് കരുതിയത്. എനിക്കത്തരം തോന്നലുകളൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ നേരെ നിൽക്കാൻ ശേഷിയില്ലാത്ത കുറേ പേരെന്ന്. അവർ നേരെ നിന്നത് കണ്ടല്ലോ. അവരൊക്കെ നേരെ നിന്ന് പണിയെടുത്തത് കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ മേശപ്പുറത്ത് അന്നം വിളമ്പുന്നത്. നിങ്ങളൊക്കെ 3 നേരം നിറച്ചുണ്ണുന്നത്. കർഷകരെ സല്യൂട്ട് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. മാന്യമായ പരിഗണനയോടെ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ രീതി മാറും. ഞാൻ ഈ നാട് വിടാനൊന്നും പോകുന്നില്ല. ഞാൻ എന്തിനാണോ വന്നത് അത് പൂർത്തിയാക്കിയിട്ടേ പോകൂ. ഒരു പക്ഷേ ഈ നാട്ടില് കൃഷി എന്നൊരു വാക്ക് പറയാതാക്കി തീർക്കാൻ എനിക്ക് പറ്റും. എങ്കിൽ കാണാം. മണ്ണിൽ പണിയെടുക്കുന്നവന്റെ ശക്തി ഇന്നു മുതൽ നിങ്ങൾ നേരിട്ട് കാണാൻ പോവുക. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു സ്വാതന്ത്ര്യ സമരമാണ്. സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമരം. ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഈ നാട്ടിൽ ഒരു കർഷകൻ പോലും ഉണ്ടാവില്ല. കാണാം. കാണാം. വാടാ. ദിനകർ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ നാട്ടിൽ നമുക്ക് അനുകൂലമായി സംസാരിക്കാൻ ഒരു കർഷകൻ പോലും ഉണ്ടാവില്ല. ഉണ്ടാവും. ശത്രുവിനെ നേരിട്ട് തല്ലിത്തോപ്പിക്കല്ല, ശത്രു നമ്മുടെ മുന്നിൽ പരസ്പരം തല്ലിത്തോക്കും. അതിനുള്ള മാർഗം എനിക്കറിയാം. ഈ നാട് അവന്മാർക്ക് കൃഷി ഇറക്കാനുള്ളതല്ല, സാംസന് ചവിട്ടി നടക്കാനുള്ളതാ. സാംസന് കളിച്ച് ജയിക്കാനുള്ളതാ.
നിത്യേച്ചി ഫസ്റ്റ് ടൈമാണോ പാർക്കില്? അല്ല, ഞാൻ സ്ഥിരമായിട്ട് പാർക്കിലായിരുന്നല്ലോ. കിടന്നുറങ്ങിയതും ഭക്ഷണം കഴിച്ചതും ഒക്കെ. നിന്റെ ഒരു സംശയം ചോദിക്കരുത്. എന്റെ കൊച്ചിന്റെ നോട്ടം കണ്ട അറിഞ്ഞൂടെ ഇതൊക്കെ ആദ്യമായിട്ടാണെന്ന്. അതെ എന്താ മോള്? ഈ ഡ്രസ്സിൽ ഇതുവരെ കംഫർട്ട് ആയില്ലേ? എന്തോ പോലെയുണ്ട്. അതെ, അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു ചിന്ത മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ. എന്ത് ചിന്ത? പൊതുവേ ഉള്ളത് തന്നെ. ഈ വീട്ടമ്മമാർ ഏത് കാര്യത്തിലും പറയുന്നൊരു വാചകമുണ്ട്: നാട്ടുകാർക്ക് എന്ത് തോന്നും. അങ്ങനൊരു കാര്യം തോന്നുന്നില്ലേ മനസ്സിൽ? അതുണ്ട്. ദാ ഇവിടെ നടക്കുന്നവരെയും ഓടുന്നവരെയും എക്സസൈസ് ചെയ്യുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവനവന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു എന്നല്ലാതെ പരസ്പരം ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ല. സമയം നോക്കാൻ ഒരു വാച്ച് കെട്ടിയിട്ടുള്ളത് പോലെ മനസ്സിന്റെ അകത്ത് ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്. ആ സൂചി കറക്കത്തിനനുസരിച്ചാ ആളുകൾ ഓടുന്നതും നടക്കുന്നതും ഒക്കെ. വാ, നടക്കാം. വാ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മുൻപ് നമ്മുടെ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സാറാണ്. ടെലികോമിൽ നിന്നും റിട്ടയർ ചെയ്താണ്. ഇപ്പൊ 72 വയസ്സുണ്ട്. ചിട്ട എന്ന് പറഞ്ഞാൽ സാറിനെ കണ്ടാ പഠിക്കേണ്ടത്. കണ്ടാ 72 വയസ്സൊന്നും പറയില്ല. അതാ ഇതുപോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്താലുള്ള ഗുണം. ഒരു 6 മാസം ഇതുപോലെ വന്ന് നോക്കി, നിത്യേച്ചിക്ക് ഇപ്പോൾ ഉള്ളതിന്റെ പകുതി പ്രായം പോലും പറയില്ല. അതെ, എന്താടി ഇപ്പൊ നിത്യമോള് മൂത്ത് നരച്ച് നിൽക്കുകയാണോ? അയ്യോ, അങ്ങനെയല്ല അമ്മേ. എങ്ങനെയും പറയണ്ട. ഒരു യൂണിഫോം ഇട്ട് കൊടുത്താലേ ഇപ്പോഴും നിന്റെ ഏട്ടത്തിയെ കൊണ്ടുപോയി +2 ക്ലാസ്സിലിരുത്താം. അയ്യോ, അത് വേണ്ട അമ്മേ. കുറച്ചുകൂടി ചെറിയ വല്ല ഡ്രസ്സും ഇട്ട് ഏതെങ്കിലും അങ്കനവാടി കൊണ്ടിരുത്ത്. ഇതുപോലെയൊക്കെ ഉണ്ടോ മരുമോളുടെ കൂടെ ഒരു ഭ്രാന്ത്? എന്റെ ദൈവമേ, എനിക്ക് വരാൻ പോകുന്ന അമ്മായിയമ്മ എങ്ങനെയുള്ളതാണോ എന്തോ. ആ, കുറച്ചു ദിവസം ഞാൻ നോക്കും. എന്നിട്ട് അമ്മയെ പോലെ അല്ലാന്ന് എനിക്ക് ബോധ്യപ്പെട്ട വേറെന്ത് ചെയ്യാനാ? ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും. ഇവളുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ? വരട്ടെ. നിനക്കൊരു ചെക്കൻ വരുമ്പോ അമ്മയില്ലാത്ത ചെക്കന്മാർക്ക് പെണ്ണു കൊടുക്കൂന്ന് ഞാൻ പുറത്തൊരു ബോർഡ് എഴുതി വെക്കും. ആ, എന്നാ നന്നായി. പക്ഷെ അമ്മായിയമ്മ ഉണ്ടല്ലോ, അതാ കുഴപ്പം. അമ്മയമ്മ ഉണ്ടല്ലോന്നോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ലമ്മേ, എന്നെ കിട്ടുന്ന ഒരു ചെറിയ ചെറുക്കനായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള 99% പേർക്കും അമ്മ കാണുമല്ലോ. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞേ ഉള്ളൂ. അതെ, വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നാലേ എക്സസൈസിന് അതിന്റെ കൃത്യമായ ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് മിണ്ടാതെ അങ്ങോട്ടങ്ങ് നടന്നു.